ഹലോ! അങ്ങനെ നമ്മൾ ലണ്ടനിലെത്തിയേക്കുവാണ്. നമ്മൾ ടവർ ബ്രിഡ്ജിൻ്റെ മുന്നിലാണുള്ളത്. അപ്പം ലണ്ടൻ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് ഇത് മോസ്റ്റ് ഐക്കോണിക് ലാൻഡ്മാർക്സ് ടവർ ബ്രിഡ്ജാണ്. ഈ ടവർ ബ്രിഡ്ജിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഒത്തിരി ആൾക്കാർ ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തിടാറുണ്ട്. ഈ ടവർ ബ്രിഡ്ജിന് തൊട്ടടുത്ത് തന്നെയാണ് ടവർ ഓഫ് ലണ്ടനും ഉള്ളത്. ഇപ്പോൾ സമ്മർ ടൈമിലാണ് ഇവിടെ കൂടുതൽ ആക്ടിവിറ്റീസൊക്കെ ഉള്ളത്. ഒത്തിരി ഫോറിനേഴ്സൊക്കെ വരാറുണ്ട് ഇത് കാണാനായിട്ട്. ഇപ്പോൾ കൂടുതൽ ആളുകളും ഇതിനെ ഞാൻ പറഞ്ഞു കേട്ടേക്കുന്നത് ലണ്ടൻ ബ്രിഡ്ജ് എന്നാണ്. ആക്ച്വലി ഇത് ലണ്ടൻ ബ്രിഡ്ജ് അല്ല, ഇത് ടവർ ബ്രിഡ്ജാണ്. ലണ്ടൻ ബ്രിഡ്ജ് കുറച്ചുകൂടെ മാറിയുള്ള ഒരു ബ്രിഡ്ജുണ്ട്, അതാണ് ലണ്ടൻ ബ്രിഡ്ജ്. അപ്പോൾ ഇതാണ് ടവർ ബ്രിഡ്ജ്. ഈ ടവർ ബ്രിഡ്ജിൻ്റെ മുകളിൽ നമുക്ക് കയറി കാഴ്ചകളൊക്കെ കാണാം. അവിടെ ഗ്ലാസ് ഇട്ട ഒരു പാലമുണ്ട്, അതിൽ കൂടെയൊക്കെ നടക്കാൻ പറ്റും. അതിന് നമ്മൾ 11 or 12 പൗണ്ട് കൊടുക്കണം. നമ്മൾ ഇത്തവണ അതിൽ കയറിയില്ല, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ കയറിയിട്ടുണ്ടായിരുന്നു. ഈ ടവർ ബ്രിഡ്ജിൻ്റെ മുകളിലുള്ള ആ ഗ്ലാസ് ബ്രിഡ്ജിലൂടെ നടക്കുമ്പോൾ നമുക്ക് പേടിയാകും. അപ്പം താഴേക്ക് നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് വെള്ളവും റോഡുമാണ്. അപ്പം നമുക്ക് ആ ഗ്ലാസ് ഇട്ട് അതിലൂടെ നടക്കാൻ ഇച്ചിരി പേടിയൊക്കെ തോന്നും, പക്ഷേ എന്നാലും നല്ലൊരു എക്സ്പീരിയൻസ് ആണിത്. നമ്മൾ പോയത് സമ്മർ ടൈമിലാണ്. അത് കാരണം ആകാശമൊക്കെ നല്ല ക്ലിയർ ആയിട്ട് നല്ല അടിപൊളി കളറിലുണ്ടായിരുന്നു. അപ്പോൾ ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ നല്ല രസമാണ്. ഈ പാലം വലിയ വലിയ കപ്പലുകളൊക്കെ വരുമ്പം ഓപ്പൺ ആക്കാറുണ്ട്. ഇത് കൂടുതലായിട്ടും നൈറ്റിലാണ് ഇത് ഓപ്പൺ ആക്കാറ് എന്നാണ് കേട്ടേക്കുന്നത്. ഞാനിതുവരെ ഓപ്പണായി കണ്ടിട്ടില്ല. ഈ കാണുന്നതാണ് ടവർ ഓഫ് ലണ്ടൻ. വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്ത് കയറി കാഴ്ചകളൊക്കെ കാണാം, പക്ഷേ എന്തോ ടിക്കറ്റൊക്കെ എടുക്കണം നമ്മൾ. പിന്നെ ലണ്ടൻ എന്ന് പറയുന്നത് ഭയങ്കര ആക്റ്റീവും ഭയങ്കര ലൈവായിട്ടുള്ള ഒരു സ്ഥലമാണ്. എപ്പോഴും ഷോസും മ്യൂസിക് കൺസേർട്ടൊക്കെ നടക്കുന്ന അടിപൊളി സ്ഥലമാണ്.